ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഞാൻ നല്ല നാടൻ മത്തൻ്റെ ഇല കൊണ്ട് കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു ഐറ്റംസാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലുണ്ടായ മത്തൻ്റെ ഇലയാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. മത്തൻ്റെ ഇലയും കോഴിമുട്ടയാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളത്. നല്ല ഫ്രഷായിട്ടുള്ള ചെറിയ മത്തൻ്റെ ഇലയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. കണ്ടോ, കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്ന് വെച്ചിട്ടുള്ള ഇലയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കുറച്ച് ഇലയുള്ളൂ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുട്ടയും വേണം. കണ്ടോ, തളിര ഇലയാണ്, നല്ല ഫ്രഷായിട്ടുള്ള ഇലയാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതാ മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇത് ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ടല്ല അരിഞ്ഞത്, കുറച്ചൊരു കട്ടിയിലാണ്. കാരണം ഇതിനൊട്ടും തന്നെ വേവില്ല, അതുകൊണ്ട് പെട്ടെന്നത് കുഴഞ്ഞു പോയി വാടിപ്പോകും. അതുകൊണ്ട് കുറച്ചൊരു തിക്കിൽ വേണം അരിഞ്ഞെടുക്കാൻ. വെരി സിമ്പിളാണിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഒരു വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൈസായി അരിഞ്ഞിട്ടുള്ളൊരു വലിയുള്ളിയാണ്. ചെറുള്ളി ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി കുറച്ച് തേങ്ങ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. ഇനി ഒരു പച്ചമുളകും എരിവിന്. ഒരു പച്ചമുളകാണ്, ഞാൻ കുറച്ച് ഇലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. എല്ലാവരും എൻ്റെ മോൻ്റെ ധ്യാൻ ദേവു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കണം. ഇതിൽ കുറച്ച് അധികം വെളിച്ചെണ്ണ ആവശ്യമുണ്ട്, കാരണം നമുക്ക് കോഴിമുട്ടയും ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇലേൻ്റെ കോഴിമുട്ടേൻ്റെ ആവശ്യത്തിന് വേവാൻ ആവശ്യമായ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ക്ഷമല്ലാതെ നമ്മൾ ഉള്ളി അതിലേക്ക് ഇടരുത്. കടുക് പൊട്ടിയിട്ടുള്ളൊരു രുചി വരാനുണ്ട് നമ്മൾ പാചകം ചെയ്യുന്നതിന്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കണ്ടോ, കടുക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതാ കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടി വന്നാൽ നമുക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. എരിഞ്ഞു വെച്ച ഉള്ളിയാണ്. കണ്ടോ, ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാവർക്കും അറിയില്ലേ, ഉള്ളി നന്നായി വഴറ്റിയെടുക്കുന്നതിന് വേഗം കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. നമുക്കൊരു നുള്ളി ഉപ്പ് ചേർത്തത് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഉപ്പേരിയിൽ ഇനി മത്തൻ്റെ ഇല ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കാം. ഇനി ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ളി നോക്കൂ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെരി സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഉള്ളി നന്നായി വഴഞ്ഞതിന് മാത്രമേ ശേഷമുള്ളൂ മത്തൻ്റെ ഇല ചേർക്കാൻ പറ്റുള്ളൂ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മത്തൻ്റെ ഇല ആഡ് ചെയ്യാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മൾ ഒരുപാട് ഇല കണ്ടതായി തോന്നിയിട്ടില്ലേ? പരിഞ്ഞ് വാടിയപ്പോൾ കണ്ടോ, ഇതിൻ്റെ കാൽഭാഗേ ഇവിടെ കാണുന്നുള്ളൂ. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നടുവിലൊരു കുഴിയുണ്ടാക്കി നമുക്കൊരു മുട്ട അതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് അവിടെ ഒരു മധ്യഭാഗത്ത് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ചേർത്തത്. ഇനി ഇതിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയുള്ളൂ ഇടാൻ പാടുള്ളൂ. കണ്ടോ, ഇനി കുറച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. മുട്ട ഇപ്പോഴൊക്കെ വെന്തിട്ടുണ്ടാവും. ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു മുട്ടയെ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അളവനുസരിച്ച് എടുക്കാം, പക്ഷേ കൂടി പോകരുത്. ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആകെ മാറും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്താ മുട്ട വേവാൻ ആവശ്യമായ സമയം വേണം. നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് വേവുള്ളൂ. 1 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇനി 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് സമയമായിട്ടുള്ളൂ. ഇത് നമുക്ക് ഇതും തന്നെ കണ്ടോ, വെള്ളമൊന്നുമില്ല, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല കോഴിമുട്ട മത്തൻ്റെ ഇലേൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഇത്ര ടൈമേ ഉള്ളൂ. ഇത് സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ കൊച്ചു കൊച്ചു കുക്കിംഗ് വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ധ്യാൻ ദേവു ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വല്ലപ്പോഴും വീട്ടിലുണ്ടാക്കാറുണ്ട്. ഇത്രയും സിമ്പിളാണ്. ഒരുപാട് വേവിച്ചത് കേടാക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി ഒരുപാട് നല്ല കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കി എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.